ഇന്ത്യൻ ടീമിന് രണ്ട് ക്യാപ്റ്റന്മാർ വരാൻ പോവുകയാണ്. രോഹിത് ശർമ്മയും പാണ്ഡ്യയുമല്ല, പുതിയ രണ്ട് ക്യാപ്റ്റന്മാരാണ് ഇന്ത്യൻ ടീമിന് വരാൻ പോകുന്നത്. ഗംഭീറാണ് ഈ ഒരു പുതിയ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. സഞ്ജുവിന് വലിയ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കൻ പരമ്പര ഈ മാസം 27-നാണ്. T20യും ഏകദിനവുമാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യക്ക് രണ്ട് ക്യാപ്റ്റന്മാരാണ് വരാൻ പോകുന്നത്. കോച്ച് ദ്രാവിഡാണ് പുതിയ നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത്. ശ്രീലങ്കൻ പരമ്പരയിൽ രോഹിത് ശർമ്മയും കോഹ്ലിയും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഏകദിനത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രാഹുലായിരിക്കും. T20യിൽ പാണ്ഡ്യ ആയിരിക്കില്ല ഇന്ത്യയുടെ ക്യാപ്റ്റൻ. പാണ്ഡ്യയ്ക്ക് പരിക്കുകളുണ്ട്. ഏകദിനത്തിൽ പാണ്ഡ്യ കളിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് T20 ക്രിക്കറ്റിൽ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. പുതിയതായിട്ട് യുവതാരങ്ങളെ T20യിൽ ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഗംഭീർ ഇപ്പോൾ 3 പേരുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ശ്രേയസ് അയ്യരാണ്, രണ്ടാമത്തേത് സൂര്യകുമാർ യാദവ്, മൂന്നാമത്തേത് സഞ്ജു. ഈ 3 താരങ്ങളിൽ ഒരു താരത്തെ ഇന്ത്യൻ ടീമിന്റെ T20 ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ശ്രീലങ്കൻ പരമ്പരയിൽ മാത്രമായിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. സിംബാബ്വെ പരമ്പരയിൽ ഗില്ല് മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചതെന്നാണ് ഗംഭീർ പറയുന്നത്. അതുകൊണ്ട് പാണ്ഡ്യയെ മാറ്റുമ്പോൾ സഞ്ജു അല്ലെങ്കിൽ സൂര്യയെ ശ്രീലങ്കൻ പരമ്പരയിൽ T20യിൽ ക്യാപ്റ്റനാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.